എല്ലാവർക്കും നമസ്കാരം. ഞാൻ മനോജ് പൊറ്റക്കാട്, ഹെൽത്ത് ആൻഡ് ബ്യൂട്ടി ബൈ മനോജ്. എൻ്റെ യൂട്യൂബ് ചാനലാണ്. നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഞാനിന്നിവിടെ വളരെ സീരിയസ് ആയിട്ട് നമ്മളുടെ യുവതലമുറകളിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ, ഗുണ്ടാ വിളയാട്ടങ്ങളാണ് നടക്കുന്നത്. കുട്ടികൾക്ക് പെട്ടെന്ന് മാനസികമായിട്ട് അവർ അപ്സെറ്റാവുന്നു, പിന്നെ ഡിപ്രഷനിലേക്ക് പോകുന്നു, ആത്മഹത്യ ചെയ്യുന്നു, അല്ലെങ്കിൽ നാട് വിട്ടു പോകുന്നു, എന്തെങ്കിലും ചീത്ത പറഞ്ഞാൽ നാട് വിട്ടു പോവുക. പ്രത്യേകിച്ച് വടക്കൻ ജില്ലകളിൽ, ഈ മലപ്പുറം കോഴിക്കോട് ജില്ലകളിലാണ് എസ്പെഷ്യലി കണ്ടമാനം കുട്ടികൾ, ഇപ്പോൾ ആൺകുട്ടികൾ പെൺകുട്ടികളടക്കം വീട് വിട്ട് ഇറങ്ങി പോവുക. എന്താണ് ഇവരുടെ ലക്ഷ്യം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. മൊബൈലിൻ്റെ ഇടിച്ചു കയറ്റം. മൊബൈൽ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുക. കത്തി നമ്മൾ വെണ്ണ മുറിക്കാനും ഉപയോഗിക്കും, കുത്തിക്കൊല്ലാനും ഉപയോഗിക്കാം. പക്ഷേ നമ്മൾ വെണ്ണ മുറിക്കാൻ ഉപയോഗിച്ചാൽ മതി. കാരണം വെച്ചാൽ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുക. അതുപോലെ മൊബൈൽ 3.5 കോടി ജനങ്ങളുള്ള ഈ കേരള സ്റ്റേറ്റിൽ 7 കോടിയിലധികം മൊബൈൽ ഫോണുകൾ ഉപയോഗത്തിലുണ്ടെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? ഉണ്ട്. മൊബൈലിൻ്റെ അതിപ്രസരം വന്ന് മൊബൈലിൽ കൂടെ എന്തൊക്കെ നമുക്ക് അവൈലബിൾ ആണെന്നുള്ള, എന്തിൻ്റെയും ബിസിനസ് എളുപ്പമാക്കാൻ, എന്ത് കാര്യങ്ങളും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും എന്ത് അഡ്ജസ്റ്റ്മെൻറ്റുകൾ ചെയ്യാനും മൊബൈൽ വന്നതോടുകൂടി നമുക്ക് ഈസിയായി. അതുകൊണ്ട് തന്നെ അതിനെ മാക്സിമം മോശമായ രീതിയിൽ മുതലെടുത്തുകൊണ്ട് ഈ സ്റ്റണ്ട് സിനിമകളും അതേമാതിരി ഗുണ്ടാ വിളയാട്ടങ്ങളൊക്കെ കണ്ട്, സിനിമകളൊക്കെ കണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ സീരിയലോ എന്തെങ്കിലും കണ്ട് അവർ ഇൻസ്പയറായി കുട്ടികളെ പിടിച്ച് വെറുതെ ഇടിച്ച് ഒരു ലക്ഷ്യമില്ല. ഒരു മോനെ പഠിപ്പിച്ച് വലുതാക്കി 16-18 വയസ്സാക്കിയ കുട്ടികൾ, ഈ 20 വയസ്സായ കുട്ടികൾ 5-6 പേര് നിരന്ന് ഇടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ മരിച്ചു പോവും. അല്ലെങ്കിൽ തന്നെ അവൻ്റെ ഇൻറ്റേർണൽ ഓർഗൻസിന് ഭയങ്കരമായിട്ട് ഡാമേജ് പറ്റും. കിഡ്നി, അതേമാതിരി ലിവർ, ഹാർട്ട്, ഇതൊക്കെ ചിലപ്പോൾ തകർന്നു പോവും. അതിന് ഇടിക്കുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ പോലീസിൻ്റെ ഒന്നുമല്ല, ഇവർ വലിയ ഗുണ്ടകളെ വരെ തോൽപ്പിക്കുന്ന രീതിയിൽ ഇങ്ങനെ വളർന്നു പോയി കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിലുണ്ടാകുന്ന വലിയൊരു വിപത്താണ്. നമ്മൾ വളരെ ശ്രദ്ധിച്ച് തന്നെ പോകണം. ഈ കുട്ടികളെ തക്കതായ ശിക്ഷ കൊടുക്കുകയും വേണം. ഇനി ഉണ്ടാവാൻ പാടില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജനങ്ങളും എല്ലാവരും കൂട്ടായി, പോലീസായിട്ട് എല്ലാവരും നമ്മൾ സഹകരിച്ചു കൊണ്ട് ഇങ്ങനെയുള്ള കുട്ടികളെ നമ്മൾ കണ്ടുപിടിച്ച് അവരെ ഏൽപ്പിക്കണം. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കാണുമ്പോൾ നമ്മൾ മാക്സിമം ഷെയർ ചെയ്യുക, ജനങ്ങളിലേക്ക് അറിയിക്കുക. ഇവരിങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നവർ അറിയട്ടെ. നമ്മുടെ സമൂഹത്തിന് നമുക്ക് നശിപ്പിച്ച് കളയാൻ പറ്റില്ല. ഭയം, ഭക്തി, വിശ്വാസം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുക. കുട്ടികൾ നന്നായി നടക്കാൻ പഠിപ്പിക്കുക. ഒരു ആരോഗ്യ സംസ്കാരവും ആരോഗ്യ അച്ചടക്കമൊക്കെ നമ്മൾ പഠിപ്പിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. നമ്മളെല്ലാവരും അത് ഏറ്റെടുത്തുകൊണ്ട് നന്നായി ചെയ്യണമെന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ഇറ്റ്സ് മൈ ഹംബിൾ റിക്വസ്റ്റ്. ഇനി അധികമൊന്നും നീട്ടുന്നില്ല. നന്ദി, നമസ്കാരം. താങ്ക് യു വെരി മച്ച്. ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ.